ഹദീസി കിതാബുല്ലാഹ്. ഏറ്റവും നല്ല വർത്തമാനം അള്ളാഹുവിൻ്റെ സംസാരമാണ്. വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ഹിദായത്ത് മാർഗദർശനം അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാർഗദർശനമാണ്. വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായിട്ടുള്ളത്, തിന്മയായിട്ടുള്ളത് ആ പ്രവാചകന് ശേഷം മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട എല്ലാ പുതുനിർമ്മിതികളും അത് ബിദ്അത്താണ്, അനാചാരമാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും അത് ളലാലത്താണ്, വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടുകളും അത് നരകത്തിലാണ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ചയിലെ ഖുതുബകളിലും അതേപോലെ തന്നെ പെരുന്നാൾ ഖുതുബകളിലും നിക്കാഹ് ഖുതുബകളിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം, തുടക്കത്തിൽ പാരായണം ചെയ്യാറുള്ള അൽ ഖുതുബത്തുൽ ഹാജ എന്ന ഖുതുബയാണ് നമ്മൾ കേട്ടത്. അതിലോതുന്ന 3 ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, സൂറത്തു ആലു ഇമ്രാന്റെ 102-ാമത്തെ ആയത്ത്. നിങ്ങളൊരിക്കലും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന. സഹോദരങ്ങളെ, മുസ്ലിമാകുക എന്നതിനേക്കാളുപരി, മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാളുപരി മുസ്ലിമായി മരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നൽകുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഖിബത്ത്, പര്യവസാനം നന്നാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുസ്ലിമായി മരിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും പരിഗണിക്കപ്പെടുന്നതല്ല. ഒരാൾ മുസ്ലിമായിട്ടല്ല മരിച്ചതെങ്കിൽ അയാളുടെ കർമ്മങ്ങളൊന്നും അല്ലാഹുവിൽ എന്തല്ല, പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവസാന ശ്വാസം വരെ ആ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അശാന്തമായ ഒരു പരിശ്രമമാണ്, നിരന്തരമായ ശ്രമമാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്, മുസ്ലിമായി മരിക്കാനുള്ള നിരന്തരമായ ശ്രമം. സഹോദരങ്ങളെ, ഒരാൾ മുസ്ലിമായിട്ട് എപ്പോഴാണ് മരിക്കുക? മുസ്ലിമായി എപ്പോഴാണ് മരണം എന്നത് കൃത്യമല്ല. മരണം എപ്പോൾ സംഭവിക്കുമെന്നത് കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു കാര്യമല്ല. ഒരാൾക്കും തന്നെ നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്റെ മരണം എങ്ങനെയാകും അല്ലേ? ഐസിയുവിൽ കിടന്നിട്ട് എല്ലാ ഓട്ടി കൂടിയും ട്യൂബ് ഇട്ടിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ ബീപ്പ് സൗണ്ടുകൾക്കിടയിൽ കിടന്നാണോ ഞാൻ മരിക്കുക? അതല്ല എന്റെ ഭാര്യയുടെ മടിയിൽ കിടന്നാണോ, അതോ പള്ളിയിൽ സുജൂദിലാണോ, അല്ലെങ്കിൽ ഒരു ചീറിപ്പായുന്ന വാഹനത്തിന്റെ അടിയിൽ പെട്ടാണോ ഞാൻ മരിക്കുക എന്ന് ഒരാൾക്കും തന്നെ നിശ്ചയിച്ച് പറയാൻ സാധ്യമല്ല, നിശ്ചയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ഏത് സെക്കൻഡിലും അതിന് തയ്യാറായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളാണ് മരണം നന്നാക്കാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും അതിന് തയ്യാറാണ് എന്നത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് ഉണ്ടാണ് ഈ സഹോദരങ്ങളെ. ഇത് മരിക്കാൻ പോവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരില്ല. ഏത് സന്ദർഭത്തിലും അതിനെ പ്രതീക്ഷിക്കുമ്പോൾ, ഏത് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോഴും, ഏത് വിഷമം തോന്നുമ്പോഴും, ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഒരു പ്രയാസം ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ അത് ഉച്ചരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. കാരണം ഏത് സെക്കൻഡിലാണ് നമ്മൾ ഇവിടെ പറയാന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു മാനസിക അവസ്ഥയിൽ ജീവിക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പര്യവസാനം ഉണ്ടാവുള്ളൂ. നല്ലൊരു പര്യവസാനത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. അല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. ദുൽഹജ്ജ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചെന്താണ്? ഞങ്ങളെ മുസ്ലിങ്ങളാക്കണേ, നിനക്കാൻ നിന്നോട് അനുസരണയുള്ളവരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, അതെന്താണ്? അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അത് നിരന്തരമായിട്ടുള്ള നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ്. നമ്മൾ ഈ ജുമാക്ക് ഇവിടെ വന്നതും അല്ലെ? ഞങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തിൽ ഒരു മീറ്റിങ്ങിന് തീരെ നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് ആളെ വിളിച്ചാൽ കിട്ടാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മൾ ഒരു മീറ്റിംഗ് വിളിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി വെച്ചാൽ ഒരാളെ 10 വട്ടം വിളിച്ചണം തരണമെങ്കിൽ, എന്നാലും ഇറങ്ങാൻ നേരത്തെ ഒന്നുകൂടി വിളിച്ചു നോക്കണം. ആൾക്കാർ ഒക്കെ വരാന്നൊക്കെ പറഞ്ഞ് ഇപ്പം വരാറിനിട്ട് ഇപ്പം വരാറിന് ആളെ കാണാണ്ടാവില്ല, ഓൻ വേറെ പോകും. ആ കാലങ്ങൾ ആലോചിക്ക്, അങ്ങനെ വിളിച്ചാലേ ആൾക്കാർ മീറ്റിംഗ് ഉള്ളൂ. ആ ഒരു കാലത്ത് പോലും ആരെങ്കിലും നിങ്ങളെ മീറ്റിംഗ് നോട്ടീസിന് വിളിച്ചു, വെള്ളിയാഴ്ച ഇവിടെ പള്ളിക്ക് ഹാജരാകണം, നിങ്ങൾ അവിടെ ആരെങ്കിലും നോട്ടീസ് തന്നു? നിങ്ങൾക്ക് ഒരാൾ പോലും നോട്ടീസ് തരാതെയാണ് എന്ത് നമ്മൾ ഈ പള്ളിക്ക് വന്നത്. അതെന്താണ്? അത് അള്ളാഹുവിനോടുള്ള വിധേയത്വമാണ്, അള്ളാഹുവിനോടും റസൂലിനോടുള്ള അനുസരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന് നമ്മൾ കാണിച്ചൊരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ഈ ജുമാക്ക് വരാനും ഇവിടെ വന്നിരിക്കാനും നമ്മൾ അത് ജീവിതത്തിലുടനീളം വേണം. എന്തിനാണ് നമ്മളിവിടെ വന്നത്? അള്ളാഹുവിന്റെ വിലപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും കേൾക്കാൻ വേണ്ടി, ഒരാഴ്ചക്കുള്ള ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉത്ബോധനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുന്ന ആ നിമിഷം പോലും ആ ഒരു ബോധത്തോട് മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ വിജയം. അല്ലാതെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എത്ര ലൈക്ക് കിട്ടിയെന്നോ, നമുക്കെത്ര നമ്മളുടെ സ്റ്റാറ്റസ് എത്ര ആൾക്കാർ കണ്ടു എന്നതോ, ഇതൊന്നുമല്ല സഹോദരങ്ങളെ. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതുപോലും നാളെ ചോദ്യം ചെയ്യപ്പെടൂല. എങ്ങനെ ജീവിച്ചു എന്നാണ്. അള്ളാഹു നൽകിയ ആയുസ്, അള്ളാഹു നൽകിയ ഓരോ സെക്കൻഡും എങ്ങനെ ചെലവഴിച്ചു എന്നതാണ്. എത്ര സെക്കൻഡ് ചെലവഴിച്ചു എന്നല്ല, ആ സെക്കൻഡുകൾ എങ്ങനെ ചെലവഴിച്ചു, ആ ആയുസ് നീ എങ്ങനെ ചെലവഴിച്ചു എന്നതാണ് ചോദ്യം ചെയ്യപ്പെടുക. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിന്റെ പ്രാർത്ഥന നമുക്ക് നൽകേണ്ട ഒരു ബോധമാണ്. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക. ഞങ്ങളെ അനുസരണമുള്ള മുസ്ലിമാക്കി മാറ്റിത്തരണേ. എന്താണ്? എന്തിനോടാണ് അനുസരണം? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള കൽപ്പനയോടുള്ള അനുസരണമാണ്. അള്ളാന്റെ റസൂലിന്റെ കൽപ്പന നമ്മൾ എങ്ങനെയാണ് അനുസരിക്കുന്നത് എന്നതാണ് സഹോദരങ്ങളെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും കണക്കാക്കേണ്ടത്. നമ്മളെ കാഫിറാക്കാനല്ല ഇബ്ലീസ് ശ്രമിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു മുസ്ലിമിനെ കാഫിറാക്കാൻ ഇബ്ലീസിനെ കൊണ്ട് വയ്ക്കൂല. നല്ലൊരു മുവഹിദായ ഒരു മനുഷ്യനെ അങ്ങനെ അങ്ങോട്ട് കാഫിറാക്കാൻ ഇബ്ലീസിനെ കൊണ്ട് പറ്റൂല. പക്ഷെ എന്താ സോണെ, ഇബ്ലീസ് നമ്മളെ നിരങ്ങനെങ്കിലും അതിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും അല്ലെ? നമസ്കാരം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പിഴവുകൾ അതിൽ പിടിച്ച് ഇബ്ലീസ് കയറും അല്ലെ? നമ്മൾ സ്ഥിരമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ തഹജ്ജുദ് നിർത്തിയെങ്കിൽ സഹോദരങ്ങളെ, അത് തിന്മയുടെ തുടക്കമാണ്. ഇബ്ലീസ് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് മുടക്കം വരുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മൾ തിന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇതേവരെ ജീവിച്ചതിനല്ല, നമ്മുടെ മാർഗം തെറ്റി എന്ന് നമ്മൾ നേരത്തെ ജീവിച്ച പോലെയല്ല. നന്മകളോടുള്ള നമ്മുടെ സമീപനത്തിൽ ചെറുതായി മാറ്റം വരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടണം. കാരണം പിശാച് അങ്ങനെയാണ് ഒരു മുഹഹിദായ മനുഷ്യനെ സ്വാധീനിക്കുക. നമസ്കാരം അവഗണിക്കുന്നതിലൂടെ അല്ലെ, ഒരു സൽക്കർമ്മങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ, തൗബ ഡിലേ ആക്കാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്തോ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടോ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നിലപാട് നന്നാക്കി നന്മകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങേണ്ടതുണ്ട്. അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. തെറ്റാണ് എന്ന് സംശയമുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ, അതിൽ നമ്മൾ കൃത്യമായിട്ട് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കി തെറ്റാണെങ്കിൽ തൗബ ചെയ്ത് തിരിച്ച് അള്ളാഹുവിലേക്ക് നടക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ദുനിയാവിനോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? അല്ലെ, നമ്മൾ ദുനിയാവിന്റെ പിറകെയാണോ? നമ്മൾ ദീനിനെ അവഗണിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ദേഹേച്ഛകൾക്ക് അടിമപ്പെടുന്നുണ്ടോ സഹോദരങ്ങളെ? ദീനിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ മടിവരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പിശാച് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിൻപറ്റരുത്. ഇന്നഹു അദുവ്വുൻ ലക്കും, അവനാണ് നിങ്ങൾക്ക് ശത്രു. സഹോദരങ്ങളെ, നമ്മുടെ ശത്രു അമേരിക്കയല്ല, നമ്മുടെ ശത്രു മോഡിയല്ല, നമ്മുടെ ശത്രു ഇവിടുത്തെ RSSകാരനല്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞത് പിശാചാണ്, ഇബ്ലീസാണ്.
പ്രത്യക്ഷമായ നിങ്ങളുടെ ശത്രു എന്നാണ്. ഇബ്ലീസിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇബ്ലീസിന്റെ എല്ലാ തന്ത്രങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ വഴിതെറ്റിക്കാൻ അല്ലെ, ഒരു സുപ്രഭാതത്തിൽ നമ്മളെ കൊണ്ട് ശിർക്കയിക്കാൻ ഇബ്ലീസിന് കഴിയില്ല. പക്ഷേ നമ്മളെ മെല്ലെ മെല്ലെ പിടികൂടി എന്ത് ചെയ്യും? നമ്മുടെ നന്മകളെ ഇല്ലാതാക്കി നമ്മളെ നന്മകളോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തി. ചെറിയതല്ലേ അത്, ചെറുതല്ലേ, ചെറിയ പാപമല്ലേ, അതൊക്കെ എന്തിനാണ് കാര്യാക്കണ്? എല്ലാവരും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ, എല്ലാവരും ഇപ്പൊ അല്ലേ, എല്ലാവരും അങ്ങനെയായാലും ഒരു വിശ്വാസി അങ്ങനെ അല്ല സഹോദരങ്ങളെ. അതാണ് ഒരു വിശ്വാസി എന്താണ്? അപരിചിതനാണ്. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായിട്ടാണ്. ചില ആളുകൾക്ക് തോന്നി എന്താ പോയി ഈ കാലത്ത് ഇപ്പൊ എങ്ങനെയാണെന്ന്. സഹോദരങ്ങളെ, ഇസ്ലാം തുടങ്ങിയത് അങ്ങനെയാണ്. അതിലൊരു അപരിചിതത്വം ഉണ്ടായിരുന്നു. അതേപോലെ ഇസ്ലാം അപരിചിതത്വത്തിലേക്ക് മടങ്ങുമെന്നാണ്. എല്ലാവരും ചെയ്യുന്നവനല്ല ഒരു സത്യവിശ്വാസി. അതുകൊണ്ട് പിശാചിന് ഒരിക്കലും ഗ്രിപ്പ് നൽകാൻ നമ്മൾ അനുവദിക്കരുത്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന തരങ്ങൾ, ഏറ്റവും നല്ല അവസ്ഥയിലൊക്കെ ജീവിച്ചുകൊണ്ട് അവസാനം മരിക്കുന്ന സന്ദർഭത്തിൽ നഹ്നു എന്താണ് ഹദീസ് കാണാൻ പറ്റും. എന്താണ് അവസാനം ഒരാൾ മുസ്ലിമായി ജീവിച്ച് ലാസ്റ്റ് ഇന്ന റജുലൻ ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ഒരു മനുഷ്യന്റെയും അവൻ സ്വർഗ്ഗക്കാരനായി ജീവിക്കും. സ്വർഗത്തിന് വേണ്ട പണികൾ മുഴുവൻ അവൻ എടുക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അവന്റെ മേൽ അവന്റെ കിതാബ് മുൻകടക്കുമെന്നാണ്. എന്നിട്ടോ ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ, അവൻ എന്ത് ചെയ്യും? അവൻ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? നരകക്കാരെ പണിയെടുത്തിട്ട് നരകത്തിലേക്കാണ് പോകുന്നതാണ്. അതാണ് ഒരു വിശ്വാസി നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തേണ്ട ഹദീസാണ്. ഇമാം നബി ഇമാം നബിയുടെ 40 ഹദീസുകൾ കൊടുത്തൊരു ഹദീസാണത്. ഒരു വിശ്വാസി ഏറ്റവും ഭയപ്പെടേണ്ട അവസ്ഥയാണ്. ഇപ്പൊ നല്ല അവസ്ഥയിൽ, നമ്മളൊക്കെ നല്ല അവസ്ഥയിലാണ് വിചാരിക്കണ്ടാവും അല്ലെ. നമ്മൾ തൗഹീദുള്ള ആളുകളാണ്, നമുക്ക് നന്മയോട് നല്ല സമീപനമാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പോക്കെയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് ഈ ഹദീസ് വക നൽകുന്നില്ല. എന്താണ്? സ്വർഗത്തിന്റെ പണിയൊക്കെ എടുക്കുന്നതാണ്. എന്നിട്ടോ അവസാനം എന്താണ്? കിതാബ് അവനെ മുൻകടന്നുകൊണ്ട് അവൻ നരകത്തിന്റെ പണിയെടുത്ത് നരകക്കാരനായി മരിച്ചു പോകുന്നതാണ്, നരകത്തിൽ പ്രവേശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന ഇസ്തിഖാമത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാൻ പറ്റും. ഇമാം തുർമുദി ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഒന്നാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണേ. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? ചിലപ്പം അത് തെറ്റി ഒരു മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുകയും ആ അവസ്ഥയിൽ നമ്മൾ മരണപ്പെടുകയും ചെയ്താൽ സഹോദരങ്ങളെ, ഇത്ര കാലം നമ്മൾ പണിയെടുത്തതൊക്കെ വെറുതാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പാപം പോലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാപത്തിന് പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, തെറ്റുകൾ മനുഷ്യർ പല രൂപത്തിലും വരും. പക്ഷെ സഹോദരങ്ങളെ, അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ, തൗബ ചെയ്യാൻ, നന്മകളിൽ മുന്നേറാനുള്ള മാനസികാവസ്ഥ, തെറ്റിനോടുള്ള സമീപനം അതൊക്കെ എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യായമല്ല. അത് എക്കാലത്തും അള്ളാഹുവും റസൂലും തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഹറാമ് എന്നും ഹറാമാണ്, അതെവിടെയും ഹറാമാണ്. അത് ഹലാലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ സഹോദരങ്ങളെ, അതിന്റെ നിലപാട് എന്നുള്ളത് അത് ഹറാമു തന്നെയാണ് അല്ലെ. അള്ളാഹു ശിക്ഷ വിധിക്കുമ്പോൾ ഒരാൾക്ക് എല്ലാ ഹറാമുകൾക്കും തുല്യമായ ശിക്ഷയല്ല. ഹറാമ് പ്രവർത്തിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് പടച്ചോൻ ശിക്ഷ കൊടുക്കുമ്പം അവിടെ വ്യത്യാസമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ അല്ലെ, എല്ലാവരും തെറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലല്ല തെറ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ വ്യത്യാസം ഉണ്ടാവും. തെറ്റിന് ശേഷമുള്ള മാനസികാവസ്ഥ ഉണ്ടാവും. പറ്റിപ്പോയല്ലോ എന്നുള്ള കുറ്റബോധം പേറി ജീവിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. കുറ്റബോധം പേറാതെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാവും. വട്ടിക്ക് പലിശ വാങ്ങിയിട്ട് അല്ലെങ്കിൽ പലിശക്കെടുത്ത് ബിസിനസ് നടത്തി വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ പലിശ അത് ഈ പലിശയല്ല, അത് വേറെ പലിശയാണ് എന്ന് ന്യായം പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, അത് നമ്മൾ ഭയപ്പെടണം. തെറ്റിനെ ന്യായീകരിക്കുന്ന അവസ്ഥ, തെറ്റിനോടുള്ള നിലപാട് അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ, തെറ്റ് ചെറുതാണെങ്കിലും തെറ്റിലെ നിലപാടുകൾ ഗുരുതരമാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക എന്നത് അത് ഗുരുതരമായത് നിലപാടാണ്. സഹോദരങ്ങളെ, ആ നിലപാടിനോട് മാനസികമായിട്ട് ഐക്യപ്പെടാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് വഞ്ചനാ ചരക്കാണെന്ന്, ഈ ദുനിയാവ് എന്തുകൊണ്ടാണ് ആൾക്കാർ തെറ്റിയണത്?
തെറ്റിയെന്തുകൊണ്ടാണ്? താൽക്കാലികമായി ദുനിയാവിന്റെ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ ചില ലാഭങ്ങൾക്കും വേണ്ടിയാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ പൂതി ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് നമ്മൾ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടി നമ്മൾ ദീനിനെ കോംപ്രമൈസ് ചെയ്യാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിനെ അള്ളാഹു കൃത്യമായിട്ടൊരു വിശ്വാസിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗറൂർ. വഞ്ചന, ചരക്ക് മാത്രമാണ്, വഞ്ചിപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ വഞ്ചിപ്പിച്ച് നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വഞ്ചിപ്പിക്കുന്ന വഞ്ചനാ വിഭവം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് സഹോദരങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, ഈ ദീനിൽ മരിക്കുക എന്നുള്ളത്, അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിച്ച പോലെ ഇസ്തിഖാമത്തോടുകൂടെ നിലകൊള്ളുക എന്ന് സൂറത്ത് ഹൂദിൽ അള്ളാഹു കൽപ്പിച്ച പോലെ സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം ആ ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞു എന്നറിയാനും അതനുസരിച്ച് ജീവിക്കാനും അത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മുഹബ്ബത്തോടെ, ഹുബ്ബോടെ ദീനിനെ അനുസരിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചു എന്നത് അത് ജീവിതത്തിൽ മനസ്സിലാക്കിയാലാണല്ലോ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ട ആളുകളോട് ചോദിച്ച് അത് ബോധ്യപ്പെടുക, അത് കൺവിൻസ് ആകുക എന്നുള്ളൊരു കാര്യം കൊണ്ട് അങ്ങനെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. ജനങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നാട്ടുകാരെന്ത് ചെയ്യുന്നു, എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ, കാലം മാറിയില്ലേ എന്നതൊന്നും എന്തല്ല. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ ഒരു ചോയ്സ് ഇല്ല. അള്ളി റസൂൽ എന്തു പറഞ്ഞു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോറിറ്റി ഉള്ളത്, ഏറ്റവും മുൻഗണനയുള്ളത്, നമ്മൾ ചെയ്യേണ്ടതാണ്. അവിടെ പിന്നെ ഓലെന്ത് പറഞ്ഞു, ഇവലെന്ത് പറഞ്ഞു, സമൂഹം എന്ത് പറയുന്നു, ഇവിടുത്തെ സാംസ്കാരിക വേദികൾ എന്ത് പറയുന്നു എന്നതൊന്നും എന്തല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അതുകൊണ്ട് അതിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലാണ് ഇസ്സത്ത്, അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്താൽ നമ്മൾ പഴഞ്ചനായി പോകുന്ന ആരെങ്കിലും സഹോദരങ്ങളെ, അത് നമ്മളെ അപകർഷതാബോധമാണ്. ഇതെന്തോ പഴഞ്ചനാണ് എന്നൊരു ബോധം. എന്ത് സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ കോടാനകോടി രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ് ഇസ്ലാം, കൽപ്പനയാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് നമ്മൾ അനുസരിക്കുന്നത്, ആ ഇസ്ലാമിനെയാണ് നമ്മൾ മതമായി സ്വീകരിക്കുന്നത്, ആ അല്ലാഹു നിശ്ചയിച്ച പ്രവാചകനെയാണ് നമ്മൾ അനുസരിക്കുന്നത്. അതുകൊണ്ട് അതിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തുള്ളത്, പ്രതാപമുള്ളത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? ഞങ്ങൾ ഇസ്സത്തില്ലാത്ത ഒരു സമൂഹമായിരുന്നു. ഞങ്ങളെ അള്ളാഹു ഇസ്ലാം കൊണ്ട് ആദരിച്ചു എന്നാണ്. ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കിയിട്ട് അതിന്റെ കീ തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഖലീഫ വന്നാലേ അതിന്റെ കീ തരുള്ളൂ എന്ന് അതിന്റെ പാതിരി പറഞ്ഞപ്പം ആ കീ വാങ്ങാൻ വേണ്ടി എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടം വെച്ച കുപ്പായം ഇട്ടിട്ട് ആ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് ആ കീ വാങ്ങുന്ന സന്ദർഭത്തിൽ അവിടുത്തെ സേനാനായകൻ ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരാമെന്ന്. എത്രയോ സ്ഥലത്ത് തുന്നിച്ചേർത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ, ഇസ്ലാമിന്റെ ഖലീഫ, ബൈത്തുൽ മുഖദ്ദസിന്റെ കീ വാങ്ങാൻ വേണ്ടി വരുന്നത്. അപ്പോ അവിടുത്തെ സേനാനായകൻ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഉമറിന് നല്ല ഡ്രസ്സും സുഗന്ധദ്രവ്യങ്ങളും പൂശി ഉക്കാള ചന്തയിൽ നടന്ന ഒരു ഉമർ ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ അന്ന് ഉമറിന് ഇസ്സത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉമറിന് ഇസ്സത്ത് നൽകിയത് ഉമറിന്റെ വസ്ത്രമല്ല, ഉമറിന് ഇസ്ലാമാണ് ഉമറിന് ഇസ്സത്ത് നൽകിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പ്രതാപം മുൻഗാമികൾ മതത്തിൽ, ഇസ്ലാമിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയോട് അതിൽ കണ്ട ഒരു പ്രതാപമുണ്ട്. ആ പ്രതാപമാണ് സഹോദരങ്ങളെ യഥാർത്ഥ ഇസ്സത്ത്. അല്ലാതെ നാട്ടുകാര് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു എന്നതല്ല ഇസ്സത്ത്. അതുകൊണ്ട് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഞങ്ങൾ ഈ ഖൗമിന് അല്ലാഹു ഇസ്സത്ത് നൽകിയത് ഇസ്ലാം കൊണ്ട് ആണെന്നാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്സത്ത് എന്നത്, പ്രതാപം എന്നത് അത് അല്ലാഹുവും റസൂലിനുമാണ്. അത് സത്യവിശ്വാസികൾക്കാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിക്കുന്നതിലാണ്
സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതാപമുള്ളത്. അതുകൊണ്ട് ഇതിലൊരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ സർവകോടി ചരാചരങ്ങളെ മുഴുവൻ മരിപ്പിക്കാൻ കഴിവുള്ള, അവരെല്ലാം പുനർജീവിപ്പിക്കാൻ കഴിയുള്ള, മരണത്തിനു ശേഷം വിചാരണയെ സംവിധാനിച്ച, മരണാനന്തര ജീവിതത്തെ സമ്മാനിച്ച, മരണാനന്തര ജീവിതത്തിൽ രക്ഷയും ശിക്ഷയും സംവിധാനിച്ച ആ പ്രപഞ്ചനാഥനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവന്റെ നിയമമാണ് നമ്മൾ അനുസരിക്കുന്നത്. അവനോട് മാത്രമാണ് നമുക്ക് എന്തുള്ളത്, എന്താണ് അനുസരണയുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഇതിൽ യാതൊരു അപകർഷതാബോധത്തിന്റെയും ആവശ്യമില്ല. അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാൻ. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, അല്ലേ, വനുസുഖി എന്റെ ബലി, വമഹയായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ബോധത്തോടുകൂടി ഓരോ സെക്കൻഡും ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.